ഇസ്രയേൽ ഇപ്പോൾ ഒരു കാര്യം വ്യക്തമായിട്ട് പറയുന്നു, 4 ദിവസത്തിനപ്പുറത്തേക്ക് ഇനി യുദ്ധവുമായിട്ട് മുന്നോട്ട് പോകാൻ ഇറാന് പറ്റില്ല. അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഇറാന്റെ ആക്രമണം വളരെ ക്രൂഷ്യലായിരിക്കും എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ ബങ്കർ ബസ്റ്റർ മിസൈലുകൾക്ക് തുല്യമായ രീതിയിലുള്ള മിസൈലുകൾ ഉപയോഗിച്ചായിരിക്കും ആക്രമണം നടത്തുന്നത്. ഇപ്പോൾ ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചുള്ള ആക്രമണം ഇറാൻ ഓൾറെഡി നടത്തി. എന്ന് പറഞ്ഞാൽ 80 ബോംബുകൾ വരെ ഒരേ സമയം വിന്യസിക്കപ്പെടാവുന്ന രീതിയിലുള്ള ആക്രമണം. ഇതിന് പിന്നിൽ റഷ്യയോ ചൈനയോ അദൃശ്യ കാര്യങ്ങളുമായിട്ടുണ്ടാകും, അല്ലാതെ സംഭവിക്കില്ല. പക്ഷേ ഇറാൻ അവസാന ഘട്ടത്തിൽ ആക്രമണം നടത്തുന്നത് ഒരു പക്ഷേ ആണവായുധം വരെ ഉപയോഗിക്കാം. കാരണം അവരുടെ കയ്യിലിരിക്കുന്ന മിസൈലുകളിൽ ആണവ പോർമുന ഘടിപ്പിക്കാവുന്നതാണ്. അതുകൊണ്ട് അമേരിക്ക ഇപ്പോൾ ഒരു ആണവ പരീക്ഷണം രഹസ്യമായിട്ട് നടത്തിയിട്ടുണ്ട്. ഇന്ത്യയും ഇത് ബാധിക്കുമെന്ന തരത്തിലുള്ള ചില ആശങ്കകൾ. കാരണം ഹോർമൂസ് കടലിടുക്കിൽ ഇന്ത്യയുടെ 27 കപ്പലുകൾ ഇപ്പോൾ ഇറാൻ തടഞ്ഞു വെച്ചിരിക്കുക. അതിലെ കൂടെ കടന്നു പോകാൻ അനുവദിക്കുന്നത് ചൈനയുടെ കപ്പലുകൾ മാത്രം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ചൈന ഇറാൻ ബന്ധം, റഷ്യ ഇറാൻ ബന്ധം, ഇതൊക്കെ പതിയെ പതിയെ തെളിഞ്ഞു വരുമല്ലേ? അല്ല, ഇതിനകത്ത് ഏതാണ്ട് ഇറാൻ വീഴുന്നു എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പം വാർത്തകൾ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇറാൻ ഇതുവരെ ഇപ്പം ആദ്യം പ്രയോഗിച്ചതുപോലെയല്ല. ഇറാൻ ഇപ്പോൾ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന മിസൈലുകളും അല്ലെങ്കിൽ ബോംബുകളുടെയും ഒക്കെ ഇറാന് പരീക്ഷിച്ച് അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സാങ്കേതിക വിദ്യയിലുള്ളതല്ല. അതിനപ്പുറമുള്ള സാങ്കേതിക വിദ്യയിൽ, അതായത് ഒരുപക്ഷെ ചൈനയുടെയോ റഷ്യയുടെയോ ആയുധങ്ങൾ ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ കരങ്ങൾ അതിൻ്റെ പുറകിലുണ്ടായിരിക്കാം. അതായത് ഇപ്പോൾ പറഞ്ഞ ബങ്കർ ബസ്റ്റർ ബോംബുകൾ, അതുപോലെ ചില മിസൈലുകൾ. അപ്പോൾ അത്തരത്തിലുള്ള ആയുധങ്ങളുടെ സാന്നിധ്യം തന്നെ ഇതുപോലെ അമേരിക്കയ്ക്കും ഇസ്രയേലിനും മനസ്സിലായപ്പോൾ ഈ യുദ്ധത്തിനകത്ത് ഇറാൻ്റെ പിറകിൽ ഈ പറയുന്ന രാജ്യങ്ങളുടെ കാര്യങ്ങളുണ്ട്. അതുപോലെ അവരുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ അറിവ്, അല്ലെങ്കിൽ അവർക്ക് കിട്ടിയ തിരക്കിപ്പോൾ ഇവരുടെ കയ്യിൽ മാരകമായിട്ടുള്ള ആയുധങ്ങളുണ്ട്. മാരകായുധങ്ങൾ ആദ്യം പ്രയോഗിക്കുന്ന ഒരവസ്ഥയില്ല. ഇപ്പോൾ ഇറാൻ ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട്. ഇറാൻ ചർച്ചയ്ക്ക് വരിക എന്ന് പറയാൻ ഇന്നലെ വരെ ഇല്ലാത്ത ചർച്ച എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ നടത്തിയിരിക്കുന്ന ആക്രമണങ്ങൾ 300ഓളം മിസൈൽ ലോഞ്ചറുകൾ, 2000 ഇടത്ത് ഈ പറയുന്നത് പോലെ സൈനിക കേന്ദ്രങ്ങളിലെ ആക്രമണങ്ങൾ. അപ്പം ഏതാണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങും. അപ്പം അവർ എന്നാൽ തീരുകയാണെങ്കിൽ മാരകമായിട്ടുള്ള ആയുധങ്ങൾ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. മിസൈലുകളും റോക്കറ്റ് അല്ലെങ്കിൽ ലോഞ്ചറുകളും ഒക്കെ ഉപയോഗിച്ചുള്ള ആക്രമണം നടത്തും. അതുകൊണ്ട് തന്നെ ഒരു അണു പരീക്ഷണം രഹസ്യമായിട്ട് അമേരിക്ക നടത്തിയിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ അതുപോലെ ഹോർമുസ് കടലിടുക്കിൽ എല്ലാ കപ്പലുകളും തടഞ്ഞു. എല്ലാ കപ്പലുകളും തടയുമ്പോൾ ചൈനയുടെ മാത്രം കടത്തിവിടും. ബാക്കിയുള്ള കപ്പലുകൾ കടത്തിവിടുന്നതിന് വേണ്ടി അമേരിക്ക സെക്യൂരിറ്റി കൊടുക്കുമെന്നൊക്കെ ട്രംപ് പറഞ്ഞു. സെക്യൂരിറ്റിയുടെ കാര്യത്തിനകത്തൊന്നും എനിക്കറിയത്തില്ല. ഏതായാലും അതിനകത്ത് 700ഓളം കപ്പലുകൾ അവിടെ തടഞ്ഞിട്ടിരിക്കുന്നു. അതിനകത്ത് ഏതാണ്ട് നമ്മുടേത് 27 കപ്പലുണ്ട്. നമ്മളോട് താല്പര്യമുള്ള ആളെങ്കിൽ ബാക്കിയുള്ളവരുടെ അവിടെ ഹോൾഡ് ചെയ്താൽ മതിയല്ലോ. നാറ്റോ രാജ്യങ്ങളുടെയോ അല്ലെങ്കിൽ ബ്രിട്ടൻ്റെയോ അല്ലെങ്കിൽ യൂറോപ്പിൻ്റെയോ അമേരിക്കയുടെയൊക്കെ ഹോൾഡ് ചെയ്താൽ മതിയല്ലോ. നമ്മളോട് നല്ല ബന്ധമാണെങ്കിൽ നമ്മുടേത് കടത്തി വിടാമല്ലോ. അപ്പം നമ്മുടേതും അതിൻ്റെ കൂടെ ഹോൾഡ് ചെയ്യണമെങ്കിൽ നമ്മളോടും അധികം താല്പര്യമൊന്നുമില്ല. എല്ലാവരെയും കാണുന്ന കണ്ണിൽ തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്പെഷ്യൽ പരിഗണന ഇപ്പോൾ നമുക്ക് കിട്ടുന്നില്ല എന്ന് വേണം കരുതാൻ. അപ്പം മാത്രമല്ല നമ്മുടെ അതിനകത്തുള്ള ആക്രമണം അത് ഒരു യുദ്ധപ്രഖ്യാപനം അല്ലെങ്കിൽ അവസരം കിട്ടിയാൽ നമ്മളോടുള്ള ഒരു യുദ്ധമായിട്ട് തന്നെ അത് കാണേണ്ടി വരും. മനസ്സിലായില്ലേ? നമ്മളോട് യുദ്ധം ഇറാൻ ചെയ്തു തുടങ്ങിയിരിക്കുന്നു. അതുപോലെ തന്നെ ഇറാൻ ആക്രമിച്ചതുകൊണ്ട് നമ്മുടെ ഗ്യാസിന്റെ പ്രശ്നം പറഞ്ഞില്ലേ, അല്ലെങ്കിൽ ഈ ഹോർമൂസ് കടലിടുക്കിൽ കൂടി നമ്മൾക്ക് ഇന്ധനം കടത്തിവിടാത്ത ഒരവസ്ഥയാണ്. നമ്മുടെ ഫ്ലാഗുകളുള്ള കപ്പലുകളാണ്. അവിടെ കടത്തിവിട്ടാൽ നമുക്ക് ഊർജ്ജ പ്രതിസന്ധി ഉണ്ടാകത്തില്ല. അപ്പം നമുക്കും ഊർജ്ജ പ്രതിസന്ധി ഉണ്ടാവണം. രാജ്യത്തിന് ഊർജ്ജ പ്രതിസന്ധി ഉണ്ടായാൽ എല്ലാ മേഖലയിലും ഉണ്ടാവുമല്ലോ. അപ്പം ഇന്ത്യയും അങ്ങനെ ഉണ്ടാക്കേണ്ട, യുദ്ധത്തിനകത്ത് ഇന്ത്യയും ശ്വാസം മുട്ടട്ടെ എന്നുള്ള രീതിയിലേക്കുള്ള ഒരു കാര്യവും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു തീരുമാനവും ഒക്കെയാണ് ഇതിനകത്ത് വരുന്നത്. അല്ലെങ്കിൽ ഇറാന് നമ്മളോട് താല്പര്യമില്ല, അവസരം കിട്ടിയാൽ ഇറാൻ നമ്മളെ അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക്. അതുപോലെ തന്നെ ഇവിടുത്തെ അതും ഇപ്പോൾ തർക്കമായിട്ട് കിടക്കുക. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സൈനിക അഭ്യാസത്തിന് വന്ന ഒരു കപ്പൽ ഈ നമ്മുടെ അന്തർവാഹിനി ഉപയോഗിച്ച് തകർത്തു. 2ാം ലോകമഹായുദ്ധത്തിന് ശേഷം ആദ്യമായിട്ട് വന്നു അന്തർവാഹിനി ഉപയോഗിച്ചൊരു കപ്പൽ അമേരിക്ക തകർത്തു. അതിനകത്ത് 80ഓളം ആൾക്കാർ മരിച്ചു. 30 പേരെ ഈ അവരുടെ കോസ്റ്റ് ഗാർഡ്, ശ്രീലങ്കൻ കോസ്റ്റ് ഗാർഡ് നശിപ്പിച്ചു. അപ്പോൾ ഇവിടുത്തെ കുറേ മാധ്യമങ്ങളും ഇവിടുത്തെ കുറേ ആൾക്കാരും എല്ലാം കൂടെ പറയും നമ്മുടെ ടെറിട്ടറി അല്ല, നമ്മുടെ മാത്രം ടെറിട്ടറി ആണോ ഈ ഇത്? പല രാജ്യങ്ങൾക്ക് വരുന്നത്. അപ്പോൾ മാത്രമല്ല നമ്മുടെ ഏരിയ 35ഓളം രാജ്യങ്ങൾക്കാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അധികാരം. അപ്പൊ അതറിയാതെയാണ് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യയുടെ ഭാഗം കഴിഞ്ഞ് ശ്രീലങ്കയുടെ തെക്കൻ തീരത്തേക്ക് ചെന്നപ്പോഴാണ് ആക്രമണം നടത്തിയത്. അതിനകത്തൊരു കാര്യം കൂടെ ഉണ്ട്, അമേരിക്ക മനഃപൂർവ്വം ഇന്ത്യയുടെ ഭാഗത്ത് വെച്ച് ആക്രമിച്ചില്ല എന്നുള്ള. അതെ,
കാരണം എവിടെ വെച്ചാണോ ആക്രമണം നടത്തുന്നത് ആ രാജ്യത്തിന് കൂടി അതിന് ഉത്തരവാദിത്തമുണ്ട്. കാരണം ഇപ്പോൾ ഈ അമേരിക്ക ഒരു അന്തർവാഹിനി ഉപയോഗിച്ച് ഒരു കപ്പലിനെ തകർത്താൽ ആ കപ്പലിലുള്ളവരെ യുദ്ധ തടവുകാരായിട്ട് പിടിക്കാം. ഇനി അഥവാ ആരെങ്കിലും ജീവനോടുണ്ടെങ്കിൽ അവരെ രക്ഷിക്കണം. ആ രക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം അമേരിക്ക ചെയ്തിട്ടില്ല. അതൊരു യുദ്ധ കുറ്റം തന്നെയാണ്. പക്ഷേ ബാക്കി അവശേഷിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഈ അവശേഷിക്കുന്ന ആൾക്കാരെ ശ്രീലങ്കൻ നേവി ഇപ്പോൾ രക്ഷപ്പെടുത്തിയത്. അപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യയുടെ അല്ലയോ ചുമതലയെ തുടർന്നു. അങ്ങനെയല്ല, 3 ഭൂഖണ്ഡങ്ങൾക്ക് ഇതിനകത്ത് ചുമതലയുണ്ട്. ഏഷ്യയ്ക്കും ആഫ്രിക്കയ്ക്കും ഒക്കെ ചുമതലയുണ്ട്. അതിൽ തന്നെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ എപ്പോഴും 7 രാജ്യങ്ങളുടെ യുദ്ധക്കപ്പലുകൾ നിലയുറപ്പിക്കും. ഇന്ത്യയുടെ ഉണ്ട്, പാകിസ്ഥാൻ്റെ ഉണ്ട്, അമേരിക്കയുടെ ഉണ്ട്, ഫ്രാൻസിൻ്റെ ഉണ്ട്, ഓസ്ട്രേലിയയുടെ ഉണ്ട്, ജപ്പാൻ്റെ ഉണ്ട്, ചൈനയുടെ ഉണ്ട്. അതുകൊണ്ടാണ് ചൈന എപ്പോഴും സമുദ്ര മേഖലയിൽ ആധിപത്യം സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അതിനെ ഒഴിവാക്കാനാണ് ഇന്ത്യയും അമേരിക്കയും ജപ്പാനും ഓസ്ട്രേലിയയൊക്കെ ചേർന്ന് ക്വാഡ് സഖ്യം രൂപീകരിക്കുന്നത്. ഇവിടെ ഇന്ത്യക്ക് പ്രത്യേക പ്രിവിലേജ് ഒന്നും ഇറാൻ തരുന്നില്ല. ഇവിടെ ഇറാന് വേണ്ടി വാദിക്കുന്നവർ അതുകൂടെ ആലോചിക്കണം. നമ്മുടെ 27 കപ്പൽ അവിടെ പിടിച്ചു വെച്ചു എന്ന് പറഞ്ഞാൽ നമുക്കും ഭീഷണി തന്നെയാണ്. നമ്മുടെ നേവി ഇറങ്ങേണ്ടി വരും. അത് അപകടകരമായ സ്ഥിതി ആവില്ലേ? പിന്നെ അപകടകരമായ സ്ഥിതിയാണ് ഇന്ത്യയുടെ യുദ്ധപ്രഖ്യാപനം, അല്ലെങ്കിൽ ഇന്ത്യയോട് യുദ്ധം ചെയ്യുന്നു ആയുധം ഉപയോഗിച്ച് യുദ്ധം ചെയ്തില്ലെന്നുള്ള നാളെ കാലത്തെ ഈ ഒരു കാരണം കൊണ്ട് വേണേൽ ആയുധം ഉപയോഗിച്ച് യുദ്ധം ചെയ്യാം. പക്ഷേ ഇതിനകത്ത് ഇപ്പം വരുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ടെറിട്ടറി വെച്ചല്ല, നമ്മൾ ഇതിനകത്ത് ചോദിക്കാത്തത് എന്ത്, അല്ലെങ്കിൽ നമ്മൾ ഇറാന് വേണ്ടി വാദിക്കാത്തത് ഉണ്ട്, നമുക്ക് നമ്മുടെ പക്ഷേ ഇത് ഇപ്പൊ ചൈനയ്ക്ക് സ്വാധീനം ഉള്ളിടത്ത് വെച്ചാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പൊ ചൈനയ്ക്ക് ഇട്ടൊരു പണിയാണ്. കാരണം ചൈനയ്ക്ക് ഈ സമുദ്രത്തിൽ സ്വാധീനം കൂടുതലുണ്ട് എന്നുള്ള തോന്നലും അല്ലെങ്കിൽ അത്തരത്തിൽ നീങ്ങുമ്പോൾ നിങ്ങളൊന്നും അല്ല എന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് ഇത്. കളിക്കണ്ട. അപ്പം അത് ആരും വ്യാഖ്യാനിക്കില്ല. അപ്പൊ ഇത് പിന്നെ ചില ആൾക്കാർ പറയുന്നുണ്ട് ഇന്ത്യയുടെ ടെറിട്ടറിയിൽ കൂടി. അത് ശരിയാ, ഇപ്പൊ കൊച്ചിയിൽ കൂടി കയറി ഗുജറാത്തിൽ കൂടി കയറി അങ്ങ് ഇറാനിൽ പോയിരുന്ന കുഴപ്പം വരത്തില്ല. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നമ്മളുടെ ഏരിയ, നമ്മുടെ ബോർഡർ അല്ലെങ്കിൽ അത് കഴിഞ്ഞു. പിന്നെയും നമ്മൾ അതിനകത്ത് അഭിപ്രായം പറയുന്നില്ല, നമ്മൾ സംരക്ഷിച്ചിട്ടില്ല, അമേരിക്കയുടെ താവളങ്ങൾ ഇവിടെ ആക്കിയിരിക്കുന്നു ഒക്കെ എന്നുള്ള രീതിയിൽ എടുത്തു വരുന്നുണ്ട്. അതുപോലെ അമേരിക്കയുടെ താവളം ഇന്ത്യയുടെ താവളം അമേരിക്ക ഉപയോഗിച്ചോ എന്നുള്ള രീതിയിൽ ഈ പറയുന്ന മുൻ കേണൽ യുഎൻ്റെ ഒരു കേണൽ പറയുന്നുണ്ട്. അതിനകത്ത് കാര്യം എന്ന് പറഞ്ഞാൽ GCC രാജ്യങ്ങളെല്ലാം ഇറാൻ ആക്രമിച്ചു, അതുകൊണ്ട് ആ വ്യോമത്താവളങ്ങൾ ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇതൊക്കെ സംശയമാണ്. ഈ സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ, അതുകൊണ്ട് ഇന്ത്യൻ താവളങ്ങൾ ഉപയോഗിച്ചോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ക്വാഡ് സഖ്യത്തിൽ ഇന്ത്യ ഉണ്ടല്ലോ എന്നുള്ള രീതിയിലേക്കുള്ള ഒരു വർത്തമാനം. അതായത് ഇന്ത്യയിൽ കൂടി എങ്ങനെയും യുദ്ധം വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. അതിനകത്ത് ഈ വേണ്ടി വന്നാൽ യുദ്ധം ചെയ്യാൻ, അല്ലെങ്കിൽ ഇന്ത്യയുമായിട്ട് യുദ്ധം തുടങ്ങിയിരിക്കുന്നു എന്നുള്ള രീതിയിലേക്ക് നമുക്ക് കണക്കാക്കേണ്ടി വരും. അത്തരത്തിലാണ് നമ്മുടെ ഹോർമൂസ് കടലിടുക്കിൽ അല്ലെങ്കിൽ ചൈനയുടെ വിടാൻ പറ്റുന്നിടത്ത് നമ്മുടെ ഇന്ത്യയുടെ എന്താ വിട്ടാൽ ചൈനയുടെ കപ്പലേക്ക് വിടാൻ പറ്റുമല്ലോ. അപ്പൊ ഇന്ത്യയുടെ വിടാന്ന് ഇന്ത്യ അവർ പ്രത്യേകിച്ച് പരിഗണന കൊടുത്തിട്ടില്ല. ഒമാന്റെ ഒക്കെ തുറമുഖത്തുണ്ടായിരുന്ന 2 എണ്ണക്കപ്പലുകൾക്ക് നേരെ ആക്രമണം നടന്നു. അപ്പൊ അവിടെ ആക്രമണം നടന്നാൽ ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലെ ഈ തുറമുഖങ്ങളൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇന്ത്യൻ നേവിയുടെ തുറമുഖങ്ങൾ ഇന്ത്യൻ നേവിയുടെ സഹായമൊക്കെ ഉപയോഗിക്കുമെന്നാണ് ഇനി അടുത്ത നരേറ്റീവ് ഉണ്ടാകുന്നത്. അതായത് ഇറാൻ ഇനി ഇന്ത്യയെ ആക്രമിക്കുക, അല്ലെങ്കിൽ ഇറാനെ ആക്രമിക്കാൻ വേണ്ടി അമേരിക്ക ഇന്ത്യയുടെ നേവി താവളങ്ങളൊക്കെ ഉപയോഗിക്കാം, ഇന്ത്യയുടെ ബാക്കിയുള്ള സൈനിക കേന്ദ്രങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങും. നമ്മൾ ഇതുവരെ അമേരിക്കയ്ക്ക് യാതൊരു സഹായം ചെയ്തിട്ടില്ല, ചെയ്യാമെന്ന് പറഞ്ഞിട്ടുമില്ല. ഇറാനെതിരെ നമ്മളൊന്നും ചെയ്തിട്ടില്ല. എന്നിട്ടും ഇറാൻ നമ്മളെ ശത്രുപക്ഷത്താണ് കാണുന്നത്. അതുകൊണ്ടാണ് ഇനി ഇറാൻ അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ബാലിസ്റ്റിക് മിസൈലുകളുടെ വലിയൊരു ശേഖരം അവരിലുണ്ട്. ഈ ബാലിസ്റ്റിക് മിസൈലുകളും ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചുള്ള ഒരു ആക്രമണം എന്നതിനപ്പുറത്തേക്ക് ആണവായുധം ഒരെണ്ണമെങ്കിലും നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ അതെടുത്ത് പ്രയോഗിക്കും. കാരണം ഇനി അവർക്കൊന്നും നോക്കാനില്ല, ലോകം നശിച്ചു പോട്ടെ എന്ന് പറയും. അങ്ങനെ ഒരു ഇറങ്ങിക്കഴിഞ്ഞാൽ അത് അമേരിക്കയാണോ ഇസ്രായേലാണോ ഇന്ത്യയാണോ എന്നൊന്നും നോക്കാൻ ഇറാന് സമയം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെ, അത് തന്നെയാണ് ഇപ്പൊ അതൊക്കെ മുന്നിൽ കണ്ടു, അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കും, അങ്ങനെ തന്നെയാണ് അവരുടെ ഉദ്ദേശം. അതാണല്ലോ അവരുടെ ആദ്യവട്ടയുള്ള ഉദ്ദേശം. അവർക്ക് ഇവിടെ ഒന്നും അല്ലപ്പ ജീവിതം, അവർക്ക് ഇവിടെ രാജ്യവും വേണ്ട. അവർ ഈ രാജ്യം മൊത്തവും അവരുടെ വിശ്വാസം അനുസരിച്ച്, അവരുടെ ഏകദൈവ വിശ്വാസത്തിൽ ഈ രാജ്യം മൊത്തം ദൈവത്തിൻ്റെതാക്കി കൊടുക്കുമോ, അതിനുശേഷം അങ്ങനെ ആക്കി കൊടുക്കുന്നവൻ ആദ്യമേ സ്വർഗത്തിൽ ചെല്ലും. ആ പണി നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവിടെ തന്നെ രാജ്യത്തിനെതിരെ കഴിഞ്ഞ ദിവസം മാരകമായിട്ടുള്ള ഭീകരമായിട്ടുള്ള ഒരു ഖമേനിയുടെ ക്രൂരത വെളി വന്നിട്ടില്ലേ. തടവിന് പിടിച്ചിരിക്കുന്ന പെൺകുട്ടികളെ കൊല്ലാൻ വിട്ടുകൊടുക്കുന്നതിന് മുമ്പ് തടവുപുള്ളികൾ കല്യാണം കഴിച്ചിട്ട് ആ ബലാത്സംഗം ചെയ്യണം എന്ന് വെച്ചാൽ കന്യകമാര് മേലോട്ട് എന്നാൽ സ്വർഗം കിട്ടുമെന്ന്. അപ്പം രാജ്യത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള കന്യകമാരായാലും അവർക്ക് സ്വർഗം വേണ്ട. മനസ്സിലായില്ലേ? കന്യകാത്വം ഉണ്ടെങ്കിൽ എളുപ്പം സ്വർഗത്തിൽ കയറും. അപ്പൊ ഇതേ രീതിയിലുള്ള ക്രൂര പ്രവൃത്തികളും ഇതേ രീതിയിലുള്ള മാനസികാവസ്ഥയുമുള്ള രാജ്യമാണ്. അപ്പം അവരവസാനം ഒന്നും ഒക്കത്തില്ലെങ്കിൽ അവരുടെ കയ്യിലിരിക്കുന്ന എല്ലാം എടുത്തു വെച്ച് പ്രയോഗിക്കും. ഇതിനകത്ത് മാരകായുധങ്ങളുണ്ട്. ഇപ്പോൾ തന്നെ മാരകായുധങ്ങൾ പ്രയോഗിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ. അപ്പോൾ അതൊക്കെ അതിൻ്റെ ആയുധത്തിൻ്റെയൊക്കെ ഉടമ ഈ പറയുന്ന ഇറാനല്ല. ഇറാൻ അത്തരത്തിലുള്ള ആയുധങ്ങൾ നിർമ്മിക്കാനുള്ള കപ്പാസിറ്റിയിൽ
അതിനകത്ത് ചൈനയും റഷ്യയുടെയൊക്കെ പങ്കാളിത്തം ഉണ്ട് എന്ന് വേണം കരുതാൻ.